പച്ചരി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം തന്നെ പച്ചരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. പറ്റുവാണെങ്കിൽ തലേ ദിവസം തന്നെ സോക്ക് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. അപ്പോ ഞാനിപ്പോ 2 കപ്പ് പച്ചരിയാണ് എടുത്തത്. കൂടുതൽ വേണ്ടുന്നവര് 3-4 കപ്പെല്ലാം എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഞാൻ വലിയ ജാർ എടുത്തത് കൊണ്ടാണ് ഫുൾ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ചെറിയ ജാറിലാണ് അരക്കുന്നതെങ്കിൽ പകുതിയായിട്ട്, അതായത് 2 ബാച്ചായിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പൊ ഇതാ ഞാനിത് ഫുൾ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചോറാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു 1/2 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരു മധുരം വേണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ മാക്സിമം നന്നായിട്ട് അരക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. അത്രയും മതി. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ ഓയിലോ വെളിച്ചെണ്ണയോ മറ്റോ നല്ലപോലെ ചൂടാക്കിയിട്ട് എടുക്കാം. ഇത് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. 2 സൈഡും തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 കപ്പ് പച്ചരിനെ കൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ എല്ലെണ്ണും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പച്ചരി കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.